പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ സർക്കാർ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമം പലതരത്തിൽ അന്നേ വിവാദമായിരുന്നു. ഇന്നിപ്പോൾ പുറത്തുവരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിൽ അടിമുടി ക്രമക്കേടെന്നാണ്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളെല്ലാം. ടെൻഡർ നടപടികളിൽ തുടങ്ങുന്നു ക്രമക്കേടുകൾ. ഊരാളുങ്കലിന്റെ സഹോദര സ്ഥാപനമായ AICCക്ക് ടെൻഡർ വിളിക്കാതെയാണ് ദേവസ്വം ബോർഡ് കരാർ നൽകിയത്. അക്രഡിറ്റഡ് ആണ് എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഉപകരാറുകാരിൽ നിന്നും ലഭിച്ച ഇൻവോയ്സുകളിൽ കൃത്യമായി ഇനം തിരിച്ച് ചെലവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. 3 അതിഥികൾക്ക് നൽകാനായി എത്തിച്ച അപ്പം, അരവണ, നെയ്യ് ഉൾപ്പെടെയുള്ളവയുടെ ചെലവും രേഖപ്പെടുത്തിയിട്ടില്ല. 4 GST ഇൻപുട്ട് ടാക്സ് ഇനങ്ങളിലും പൊരുത്തക്കേടുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. 5 സ്പോൺസർഷിപ്പ് വഴിയുള്ള പണം കിട്ടാതെ വന്നതോടെ 3.4 ലക്ഷം രൂപയാണ് ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് 3,40,00,000 രൂപയാണ് ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് അനുവദിച്ചതും. ഇന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയം ചർച്ചയാകുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട മറുപടി കൂടി ചർച്ചയായി. അത് നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAക്ക് നൽകിയ മറുപടിയായിരുന്നു. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ നൽകിയ മറുപടിയും ഒപ്പം ഇന്ന് കോടതിയുടെ വിധിയിലുമുള്ള പൊരുത്തക്കേടാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ 28/1/2026 ജനുവരി മാസം 28-ാം തീയതി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യത്തിൽ കൊടുത്ത മറുപടി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സ്പോൺസർമാർ ആരെല്ലാമായിരുന്നു? ധനലക്ഷ്മി ബാങ്ക്, കേരള ബാങ്ക് എന്നീ സ്ഥാപനങ്ങളാണ് പ്രധാന സ്പോൺസർമാർ. ഒപ്പം അദാനിയും ഉണ്ടായിരുന്നു. അദാനി ഇതുവരെ പണം കൊടുത്തിട്ടില്ല. പ്രസ്തുത സംഗമത്തിന് ചെലവായ തുകയുടെ വിവരങ്ങൾ തരംതിരിച്ച് ലഭ്യമാക്കാമോ? വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന് ചാർട്ടേഡ് അക്കൗണ്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആയത് ലഭ്യമായിട്ടില്ല. അത് വിജയൻ അസോസിയേറ്റിന് ചുമതലപ്പെടുത്തി. അത് നിലവിൽ ലഭ്യമായി. അതിന്റെ മേലാണ് കോടതിയുടെ നിരീക്ഷണം. ആഗോള അയ്യപ്പ സംഗമത്തിനായി സർക്കാരോ ദേവസ്വം ബോർഡോ പണം അനുവദിച്ചിട്ടുണ്ടോ എങ്കിൽ വിവരങ്ങൾ ലഭ്യമാക്കാമോ? സ്പോൺസർമാർ വാഗ്ദാനം ചെയ്തിരുന്ന തുക അക്കൗണ്ടിൽ ലഭിച്ചതിനെ തുടർന്ന് തുക തിരികെ നിക്ഷേപിച്ചിട്ടുള്ളതാണ് എന്ന് 28/1/2026 VN വാസവൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി സ്പോൺസർമാർ വാഗ്ദാനം ചെയ്തിരുന്ന തുക അക്കൗണ്ടിൽ ലഭിച്ചതിനെ തുടർന്ന് ആ തുക തിരികെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 5 കോടി രൂപ അനുവദിച്ചു എന്ന് ദേവസ്വം വകുപ്പിന്റെ ഒരു വിശദീകരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. എന്നാൽ നോക്കൂ, ഉത്തരം പറഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് സ്പോൺസർമാർ വാഗ്ദാനം ചെയ്തിരുന്ന തുക അക്കൗണ്ടിൽ ലഭിച്ചതിനെ തുടർന്ന് തുക ലഭ്യമായി എന്നുള്ളതാണ്. എന്നാൽ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്, ആദ്യം നമുക്ക് റിപ്പോർട്ട് നോക്കാം. റിപ്പോർട്ടിൽ പറയുന്നത് നോക്കൂ. റിപ്പോർട്ടിൽ the TDB General Fund of ₹2 crore is not recouped so far. ഇത് പറയുന്നത് ദേവസ്വം ബോർഡ് അവരെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന വിജയൻ അസോസിയേറ്റിൽ പറയുന്നു The TDB General Fund of 2 crore is not recouped so far. ഈ 2 കോടി രൂപ ഇതുവരെയും ദേവസ്വത്തിന്റെ ഫണ്ടിലേക്ക് തിരിച്ച് റീകൂപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ മന്ത്രി പറഞ്ഞത് പണം തിരികെ അനുവദിച്ചു എന്ന് 28-ാം തീയതി പറയുന്നു. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പണം തിരികെ റീകൂപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് 5 കോടി രൂപ അനുവദിച്ചു. അതിൽ 3 കോടി രൂപ സ്പോൺസറിന് കൊടുത്തു. ആ 3 കോടി രൂപയും സ്പോൺസർമാരിൽ നിന്ന് കിട്ടിയ മുറയ്ക്ക് തിരിച്ച് റീകൂപ്പ് ചെയ്തിട്ടുള്ളതാണ്. 2 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരുന്നില്ല എന്നുള്ള വിവരമാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത മുഴുവൻ തുകയും 5 കോടിയിൽ 3 കോടിയും തിരികെ തന്നെ നൽകിയിട്ടുണ്ട്. 5 കോടി അനുവദിച്ചു, 3 കോടി ചെലവാക്കി, അഡ്വാൻസ് കൊടുത്തു. ആ 3 കോടിയും തിരികെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇതിൽ കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടും മന്ത്രിയുടെ മറുപടിയും തമ്മിൽ നിലവിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പക്ഷേ മറുപടി നൽകിയില്ല ദേവസ്വം മന്ത്രി VN വാസവൻ. വിഷയത്തിൽ ദേവസ്വം ബോർഡ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും അതിനാൽ താൻ പ്രത്യേകമായി വിശദീകരണം നൽകേണ്ട സാഹചര്യമില്ലെന്നുമാണ് മന്ത്രിയുടെ നിലപാട്.